സമകാലിക പ്രശ്നങ്ങൾ മുൻനിർത്തി ഏതാനും ചില രചനകൾ വിദ്യാർത്ഥികൾ മഹാരാജാസ് കോളേജിലെ ചുമരുകളിൽ എഴുതിയിരുന്നു. എന്നാൽ ഇത്തരം രചനകൾ മതസ്പർദ്ധ വളർത്തുന്നതാണെന്ന ആരോപണവുമായി പ്രിൻസിപ്പൽ പ്രൊഫസർ ഡീൻ അടക്കമുള്ളവർ രംഗത്തെത്തി. പ്രിൻസിപ്പൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ 6 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രിൻസിപ്പലിന്റെ പരാതിയിൽ കഴമ്പില്ലെന്ന് കണ്ടതോടെ ചുമരിൽ എഴുതിയത് കുറ്റമായി കണ്ട് പൊതുമുതൽ നശീകരണത്തിന് വിദ്യാർത്ഥികൾക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 ദിവസമായി വിദ്യാർത്ഥികൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. വിദ്യാർത്ഥികൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ 50,000 രൂപ കോടതിയിൽ കെട്ടിവയ്ക്കണം. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമായാണ് മറ്റു വിദ്യാർത്ഥികൾ ഈ നടപടിയെ കണക്കാക്കുന്നത്. ഇവരെ എഴുതിയതിന് എന്ത് തെളിവാണ്? ഇവരല്ല എഴുതിയത്, ഞങ്ങൾക്ക് 100% ഉറപ്പുള്ളതാണ് ഇവരല്ല എഴുതിയെന്നുള്ളത്. ഈ വിദ്യാർത്ഥികളെ എന്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തത്? അകാരണമായിട്ട് കോളേജിൽ നിന്ന് ക്ലാസ് വിട്ട് പോകണ വഴി ബസ്സിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത് ഒരാളെ. ഇത് ഇപ്പോൾ ഒരു കുറ്റമായിട്ട് ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് മരിച്ചിട്ടുള്ള ഓരോ വിദ്യാർത്ഥിക്കെതിരെ ഇവിടെ കേസ് എടുക്കണമായിരുന്നു. ഇന്നുച്ചയോടെ വിദ്യാർത്ഥികളെ കോടതിയിൽ ഹാജരാക്കും. അതേസമയം കസ്റ്റഡിയിലെടുത്തവരെ പോലീസ് വിട്ടയക്കുന്നതുവരെ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ സമരം സംഘടിപ്പിക്കാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. സാഹിൻ ആന്റണി, റിപ്പോർട്ടർ, കൊച്ചി.